പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉച്ചകഴിഞ്ഞൊരു നേരത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം സത്യത്തിൽ അത്ര രസകരമായൊരു വിഷയമാണോ എന്നറിയില്ല. പക്ഷെ നമ്മളെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട പോലുള്ളൊരു ജില്ലയിൽ ഇത് സഭയുടെ, പള്ളിയുടെ ഒക്കെ ഒരു വേദിയായതുകൊണ്ട് ബൈബിളിൽ പറയുന്ന പോലെ, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പോലെ, ഈ കേരള വികസനത്തിൻ്റെ ബലിയുമാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയാം. കാരണം നമ്മളീ പറയുന്ന വികസന മാതൃകയുടെ ഒരു ആരംഭം കേരള സംസ്ഥാനം ഉണ്ടായത് മുതൽ, അല്ലെങ്കിൽ 1950-കൾ മുതൽ ഒരു 1990-കൾ വരെ എന്ന് പരിഗണിച്ചാൽ ആ കാലത്തുണ്ടായ നമ്മളുടെ സാമ്പത്തികമായ വളർച്ചയുടെ വലിയൊരു ഘടകം ഗൾഫിൽ നിന്ന് വന്ന പണം തന്നെയാണ്. അതിൽ വലിയൊരു പങ്ക് വഹിച്ച പ്രദേശമാണ് പത്തനംതിട്ട. അപ്പം അതുകൊണ്ടും അല്ലാതെയുള്ള സാമൂഹിക കാരണങ്ങൾ കൊണ്ടും നമ്മൾ നേടിയെടുത്ത ചില വികസന സൂചികളുണ്ട്. ഇപ്പം ശിശുമരണ നിരക്ക്, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ നേട്ടം കൈവരിച്ച ജില്ലയുമാണ്. അതിൻ്റെ തന്നെ ചില ഫലങ്ങളായിട്ട് ഇപ്പം നമുക്ക് ആളൊഴിഞ്ഞ വീടുകളുണ്ട്, പ്രായമായ ആളുകൾ കൂടുതലുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തുകൊണ്ടും പ്രസക്തമായ ഈ വിഷയം ചർച്ച ചെയ്യാൻ ബാധ്യതപ്പെട്ടൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, കേരള വികസനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ജനീഷ് കുമാറിന് സന്തോഷമുള്ളൊരു വാർത്തയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, ലോകം കേരളത്തെ കണ്ട് അത്ഭുതം കൂറുകയാണ് എന്ന് പറഞ്ഞു. നമുക്കതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. നമുക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന റോജിക്കോ സന്ദീപ് വാചസ്പതിക്കോ ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം. പക്ഷേ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ട ഒരു ചർച്ചയാണിത്. ഞാൻ പ്രാഥമികമായിട്ട് ഇവരോട് ഊഴം വെച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവരെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ കാര്യമാണോ എന്ന് എനിക്കറിയില്ല. റോജിയും ജനീഷ് കുമാറും സാമ്പത്തിക ശാസ്ത്ര ബിരുദധാരികളാണ്. സന്ദീപ് വാചസ്പതി എന്ന പേരിൽ അദ്ദേഹം എഴുതി തുടങ്ങിയതാണ്, അല്ലേ? അപ്പം അങ്ങനെ ഒരു അത് വാക്കുകളുടെ അധിപൻ എന്നാണ്. അപ്പം ഇവരെല്ലാം വലിയ ചർച്ചക്കാരാണ്, സജീവമായി വിഷയങ്ങൾ ഉന്നയിക്കാൻ അറിയുന്നവരാണ്, കാര്യങ്ങൾ പഠിക്കുന്നവരാണ്, നന്നായി അവതരിപ്പിക്കുന്നവരാണ്. നമ്മുടെ പള്ളിയിലെ പ്രാർത്ഥന പറയുന്ന പോലെ ഞാൻ ബലഹീനും ഭാവിയുമായ ദാസനായിട്ട് ഈ ചർച്ച മോഡറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി. പ്രാരംഭമായിട്ട് എൻ്റെ ഒരു ചോദ്യം, ഞാൻ ദീർഘിപ്പിക്കില്ല. ഈ കേരള മോഡൽ വികസനം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ജനീഷിനും റോജിക്കും സന്ദീപ് വാചസ്പതിക്കും വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണ് കേരള മോഡൽ വികസനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത്? ആദ്യം ഔദ്യോഗിക ഭാഷ്യം വേണമെന്നാണ് റോജി പറയുന്നത്. അതുകൊണ്ട് ജനീഷ് കുമാർ തുടങ്ങും. നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ പത്തനംതിട്ടയുടെ ആകെ ഒരു ആഘോഷമായി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ വിശ്വാസികളുടെ മാത്രമല്ല, നാടിൻ്റെ ആകെ ഒരു ആഘോഷമായി ഈ ദിവസങ്ങളെല്ലാം മാറി. അപ്പോൾ അത് ഏറ്റവും അർത്ഥവത്താക്കുന്നതിനു വേണ്ടി മലയാള മനോരമയും ആനുകാലിക പ്രസക്തമായ ജനം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ചർച്ചകളുമെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭ തുമ്പവൻ ഭദ്രാസനത്തിൻ്റെ ഭാരവാഹികളെയും മലയാള മനോരമയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ചർച്ചകളും സംവാദങ്ങളും സാമൂഹ്യമായ മാറ്റങ്ങൾക്ക് വലിയ പങ്കുവഹിക്കും, ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരള മോഡൽ വികസനം എന്ന് തന്നെയാണ്. കേരള മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം പല വിഷയങ്ങളിലും അത് ഉയർത്താൻ വേണ്ടി കഴിയും. സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിത നിലവാരം, ആ ജീവിത നിലവാരത്തെ അടിസ്ഥാനമാക്കിയാണ് വികസനത്തെ നാം വിലയിരുത്തപ്പെടേണ്ടത്.
അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം ആർജിച്ചെടുക്കുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സമയം ഉണ്ടോ? നമുക്ക് പ്രാരംഭമായിട്ടൊരു 2.5-3 മിനിറ്റ് കൊണ്ട് ഇൻട്രൊഡക്ഷൻ ആദ്യം. ഓക്കെ, ഞാൻ ചോദിച്ചു. അപ്പോൾ ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ജനിച്ചാൽ, കർണാടകയിൽ ജനിച്ചാൽ, പഞ്ചാബിൽ ജനിച്ചാൽ, മറ്റു സ്ഥലങ്ങളിൽ എങ്ങും ജനിച്ചാൽ ജീവിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ സമയം ഈ ഭൂമിയിൽ ജീവിക്കാൻ കേരളത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കണക്കാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ്. ദേശീയാടിസ്ഥാനത്തിൽ അത് 70 ഉള്ളപ്പോൾ ശരാശരി കേരളത്തിൽ 75ആണ്. ആരോഗ്യരംഗത്ത് കേരളം ആർജിച്ച നേട്ടമാണ് ആ നിലയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയിട്ടുള്ളത്. ഇപ്പോ കുഞ്ഞുങ്ങളുടെ മരണം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അതവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ നമ്മുടെ ജോൺസൺ അച്ഛനെ പോലെയുള്ള അച്ഛൻ്റെയൊക്കെ പ്രായത്തിൽ കേരളത്തിന്റെ സ്ഥിതി അതല്ലായിരുന്നു. ആ സമയത്ത് പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പലരും മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. മാതൃമരണ നിരക്കെടുത്ത് പരിശോധിച്ചാൽ അതും കേരളമാണ്. 1-ാം സ്ഥാനം കുറവുള്ള സംസ്ഥാനം കേരളമാണ്. വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ് കേരളത്തിന്റെ സ്ഥാനം. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളിൽ വലിയ മാറ്റമാണ് കേരളത്തിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ മേഖലകളിലും സമ്പന്ന രാജ്യങ്ങളുമായി കിടപിടിക്കത്തക്ക നിലയിൽ മാറുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെച്ചങ്ങൾ ഡയറക്റ്റ് അനുഭവിച്ചവരാണ് ഈ അടുത്ത സമയത്തെല്ലാം നമ്മളെല്ലാവരും. ഇപ്പോ 19 വന്ന കോവിഡ് നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ മെച്ചം നമ്മൾ ഡയറക്റ്റ് അനുഭവിച്ചു. വലിയ സമ്പന്ന രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പകച്ചു നിന്നപ്പോൾ കേരളത്തിൽ ടെലിഫോൺ എടുത്ത് കോൾ ചെയ്താൽ അപ്പോൾ ആശാപ്രവർത്തകർ വരും, കൂട്ടിക്കൊണ്ടുപോകും, ചികിത്സിക്കും. 100 വയസ്സ് കഴിഞ്ഞ അമ്മയെ പോലും ഭേദമാക്കി തിരിച്ചു കൊണ്ടുവിടും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നാം കണ്ടു, ആശുപത്രിയുടെ മുമ്പിൽ അഡ്മിഷന് വേണ്ടി നീണ്ടു നിൽക്കുന്ന ക്യൂ നമ്മൾ എല്ലാവരും കണ്ടതാണ്. മലയാള മനോരമ പത്രം നിരവധി ദിവസങ്ങളിൽ ഫ്രണ്ട് പേജിൽ തന്നെ ബോംബെയിലെയും മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ആ ചിത്രങ്ങളടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ ആരംഭിച്ചിട്ടുള്ള ആരോഗ്യരംഗത്തെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം രൂപീകരിച്ചതിന് ശേഷം മുമ്പോട്ട് ആ രംഗമാണ് ആ മാറ്റം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നിരവധിയായ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്ക് ലോകത്തിന് മുമ്പിൽ
അഭിമാനമായി നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ എല്ലാ സ്ഥലത്തും ധാരാളം മലയാളികൾ അൺസ്കിൽ ലേബർ അല്ല, സ്കിൽ ലേബറായി നയരൂപീകരണ സമിതികളിൽ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ആധാരമായിട്ടുള്ളത് കേരളം വിദ്യാഭ്യാസ രംഗത്ത് ആർജിച്ചിട്ടുള്ള നേട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. തീർച്ചയായും അങ്ങനെ അഭിമാനപൂർവമായ നേട്ടങ്ങളാണ് കേരളത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വികസന സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് ജനീഷ് കുമാർ സംസാരിച്ചത്. റോജിയുടെ കാഴ്ചപ്പാട് അതാണോ? കേരളത്തിലെ സാമൂഹ്യ വികസനത്തിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യമേ തന്നെ ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സഭയും അതുപോലെ തന്നെ മലയാള മനോരമയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇവിടേക്ക് ക്ഷണിച്ചതിൽ ഞാനിതിൻ്റെ സംഘാടകരോടുള്ള പ്രത്യേകമായ നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇവിടെ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള വിഷയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ കേരളം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് നമ്മൾ ഇന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കാനായിട്ടുള്ളത്, കേരളത്തിന്റെ സാമൂഹ്യ വികസനത്തെ സംബന്ധിച്ച് ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജനീഷ് കുമാർ പറഞ്ഞ ബഹുഭൂരിപക്ഷം കാര്യങ്ങളോട് ഞാൻ അതിനോട് യോജിക്കുകയാണ്. അത് യോജിക്കുമ്പോൾ, കാരണം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയായ തരത്തിലുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ അത് നമ്മൾ കാണേണ്ടുന്ന കാര്യം, അത് കേരളം എന്നും അങ്ങനെയാണ്. കേരളം എന്നും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധിക്കും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ കേരളത്തിന്റെ ഈ പറയുന്ന ഏതൊരു സൂചിക എടുത്ത് പരിശോധിച്ചാലും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ദേശീയ ശരാശരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വി ആർ വേ ഹെഡ്. ഇപ്പോ അദ്ദേഹം പറഞ്ഞു, ലൈഫ് എക്സ്പെക്ടൻസിയെ കുറിച്ച് പറഞ്ഞു. കേരളം ദേശീയ ശരാശരിയേക്കാൾ 5 വയസ്സ് മുമ്പിലാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്ന് കേരളത്തിന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 45 അന്ന് ദേശീയ ശരാശരി ഏതാണ്ട് 37 38 ഇലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ 47 നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ 45 അപ്പോൾ അതെടുത്ത് പരിശോധിച്ചാലും നമ്മൾ ഏത് സൂചിക എടുത്ത് പരിശോധിച്ചാലും വി ഹാവ് ഓൾവേസ് ബീൻ അഹെഡ് ഓഫ് ഓൾ ദി അതർ സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഏതൊരു നവോത്ഥാന നായകനെ എടുത്ത് പരിശോധിച്ചാലും, ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളി മുതലായാലും ചട്ടമ്പി സ്വാമികളായാലും ശ്രീനാരായണ ഗുരുവായാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ കേരളത്തിൽ വന്ന് ഇവിടെ നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ രാജഭരണകാലം മുതൽ തന്നെ കേരളം വലിയ ഒരു മാതൃക മറ്റ് സംസ്ഥാനങ്ങൾക്ക് നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കേരളത്തിന് മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കാലത്ത് നമ്മൾ അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മാത്രം നമുക്ക് കേരള മോഡലിനെ നമുക്ക് ഒതുക്കി നിർത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ കേരളത്തിന് അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് കേരള മോഡൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഹൈ ലിറ്ററസി റേറ്റ്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനം, അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ഏറ്റവും കൂടുതൽ സ്കിൽഡ് ലേബർ ഉള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആളുകളുള്ള ഒരു സംസ്ഥാനം, അതുപോലെ തന്നെ ഫോറിൻ റെമിറ്റൻസസിൽ നമ്മൾ ഏറ്റവും മുന്നിലായിട്ടുള്ള ഒരു സംസ്ഥാനം. പക്ഷെ ഇതൊക്കെ ആകുമ്പോഴും നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമായി ഇന്ന് നിൽക്കുകയാണ്. 2023-24 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അനുസരിച്ചിട്ട് കേരളത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ബിറ്റ്വീൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 30 എന്ന് പറയുന്നത് ഈസ് ക്ലോസ് ടു 30%. എന്ന് വെച്ചാൽ ദേശീയ ശരാശരിയേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളമാണ് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഈസ് ക്ലോസ് ടു 43%. അപ്പൊ എന്ന് പറയുമ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു യുവജനത നമുക്ക് നിൽക്കുന്നു. ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവജനതയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലുകൾ, അവസരങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള മൈഗ്രേഷൻ ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം
ഞാൻ പറയുന്നത് ഈ ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മാത്രം നമുക്ക് ഒരു സൊസൈറ്റിക്ക് എല്ലാ കാലത്തും നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം അതുകൊണ്ട് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ആവശ്യമായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവസരങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ആരോഗ്യ മേഖലയിലൊക്കെ നമുക്കറിയാം സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഇഷ്ടം പോലെ വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഇന്ന് ലോകം മുഴുവനുമുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് വലിയൊരു ശതമാനം മലയാളികൾ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ഒരു 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 രാജ്യത്തിന്റെ ഒരു ഹെൽത്ത് ക്യാപിറ്റലായിട്ട് മാറാൻ നമുക്ക് സാധിച്ചിട്ടില്ല? അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഒരു 100 വർഷത്തെ അല്ലെങ്കിൽ ഒരു 150 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ വലിയൊരു ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും മുന്നോട്ട് വന്നതിനകത്തുള്ള പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ട് ആധുനിക അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലോകത്തിലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്ത് വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇന്ന് ആരോഗ്യരംഗത്ത് പ്രൊഫഷണലുകൾ മുഴുവൻ വിദേശത്ത് പോയി പണിയെടുക്കേണ്ട അവസ്ഥയാണ്. വിദ്യാഭ്യാസം ആവശ്യമുള്ള ആളുകൾ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി +2 കഴിഞ്ഞാൽ അവര് ബാങ്ക് വായ്പയെടുത്ത് വിദേശത്തേക്ക് പോകേണ്ട ആ ഒരു അവസ്ഥയാണ്. നമുക്കൊരു വേൾഡിൽ തന്നെ നമുക്കൊരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഒരു ഹെൽത്ത് കെയറിൽ നമുക്ക് അങ്ങനെ ഒരു ഹബ്ബായി മാറാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫർദർ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് കേരളത്തിന് അടുത്തൊരു സ്റ്റേജ് ഡെവലപ്മെന്റിലേക്ക് വരാനായിട്ട് കേരളത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ വലിയൊരു പോരായ്മയായിട്ട് തന്നെ ഞാൻ കാണുന്നു. അത് ഞാൻ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റിനെ ആയിട്ടല്ല ഞാൻ പറയുന്നത്, അത് ഓവർ ദി ഇയേഴ്സ് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വലിയ രീതിയിലുള്ള മൈഗ്രേഷൻ കാണുന്നത്. കാരണം ഇവിടെ നിന്നതുകൊണ്ട് പ്രയോജനമില്ല, ഇവിടെ നിന്നാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഇന്നത്തെ യുവതലമുറ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് അവർക്ക് കേരളത്തിൽ സാധ്യമല്ല എന്നുള്ളൊരു തോന്നൽ പലരുടെയും മനസ്സിലുണ്ടാവുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നാട് വിട്ട് കളയാം എന്നുള്ള ചിന്ത അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മളൊരു ലെവലിലെത്തി, നമ്മൾ അതിൽ മാത്രം നിൽക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അവിടുന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രയാസങ്ങളും ഞാൻ സൂചിപ്പിച്ച പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും അവരെല്ലാം നാട് വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ സിസ്റ്റം നമുക്ക് മാറ്റാൻ കഴിയാത്തടത്തോളം കാലം കേരളം ഇനി വരുന്ന ആളുകളിൽ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ശ്രീ സന്ദീപ് വാചസ്പതി ഇതിനെക്കുറിച്ചുള്ള പ്രാഥമിക കാഴ്ചപ്പാട്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയത്തെ പറ്റി രണ്ടുപേരും സമാനമായ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് ഏകദേശം. കാരണം കഴിഞ്ഞ 65 വർഷമായി അവർ രണ്ടുപേരുമാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ 50% ഉത്തരവാദിത്വം ജനീഷിനും 50% ഉത്തരവാദിത്വം റോജിക്കുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ റോജി പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സർക്കാരുകൾ മിസ് ചെയ്ത കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ കേരളം പലവിധങ്ങളായ ജീവിത നിലവാരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപിൽ തന്നെയായിരുന്നു. അതിനെന്താണ് കാരണം? അതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ അവസ്ഥയിലെ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും മലയാളികൾ ഉള്ളിൽ അറിയാതെ ഒരു പുച്ഛം തികട്ടി വരാറുണ്ട്. പിന്നെ നമ്മളുടെ 5 സംസ്ഥാനങ്ങളെ ബീമാരു സ്റ്റേറ്റ് എന്ന് തന്നെ അറിയപ്പെട്ടിരുന്നു. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീമാരു സ്റ്റേറ്റ്സ് എന്നാണ് അവർ അറിയപ്പെട്ടത് തന്നെ. എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു കാരണം? കാരണം 1000 വർഷങ്ങളായിട്ടുള്ള അടിമത്തം, വൈദേശിക ആക്രമണം, ഇതൊക്കെ നേരിട്ട ഒരു ജനത ഉത്തരേന്ത്യൻ ജനത തന്നെയായിരുന്നു. കേരളം താരതമ്യേന ഒരു സേഫർ സോണിലായിരുന്നു. നമുക്ക് വലിയ വൈദേശിക അധിനിവേശം നേരിടേണ്ടി വന്നിട്ടില്ല, വലിയ വലിയ യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല, വലിയ നാച്ചുറൽ കലാമിറ്റികളെ നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഭാരതത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു മേഖലയിൽ താമസിച്ച ജനങ്ങൾ എന്ന നിലയിൽ നമ്മളുടെ എല്ലാ ജീവിത നിലവാരവും മറ്റുള്ളവരെക്കാൾ ഉയർന്നുപോയി. അതായിരുന്നു അതിൻ്റെ ചരിത്രപരമായ ഒരു കാരണം.
പക്ഷെ നാം ഒരു 65 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ നാം എവിടെ നിൽക്കുന്നു? ഇവിടെ പറഞ്ഞു 47 അല്ലെങ്കിൽ 56 ഐക്യ കേരളം രൂപം കൊള്ളുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ഇൻഡെക്സിലും ഇതര സംസ്ഥാനങ്ങളെക്കാൾ മുകളിലായിരുന്നു. എന്താണ് 2025 അവസ്ഥ? നമ്മളാണ് രാജ്യത്ത് ആദ്യമായി 100% സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനം. സാക്ഷരത എന്നുള്ളത് കേവലം എഴുതാനും വായിക്കാനും അവനവൻ്റെ പേര് എഴുതാൻ അറിഞ്ഞാൽ, ഒരു ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ പഠിച്ചാൽ അവൻ സാക്ഷരനായി. നാം അവിടം കൊണ്ട് നിർത്തി. അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ മലയാളിയെ കൈപിടിച്ച് നടത്താൻ തക്ക ധിഷണാശക്തിയുള്ള സർക്കാരുകൾ ഇവിടെ ഉണ്ടായില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യമായി ഒരു IT പാർക്ക് തുടങ്ങിയത് കേരളത്തിലാണ്. നാം എപ്പോഴും പറയും സാങ്കേതിക വിദഗ്ധരുടെ കാര്യത്തിൽ കേരളം വലിയ മുന്നേറ്റമാണ്. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് ലോകത്തിലെ ഏത് ഹ്യൂമൻ റിസോഴ്സിനോടും കിടപിടിക്കുന്ന ആൾക്കാർ തന്നെയാണ് മലയാളികൾ. പക്ഷെ എന്താണ് നമ്മളുടെ IT മേഖലയിലെ ഔട്ട്പുട്ട് എന്താണ്? നമുക്ക് എത്ര കോടി രൂപയുടെ സോഫ്റ്റ്വെയർ കയറ്റുമതി ചെയ്യാൻ കേരളത്തിന് സാധിക്കുന്നു? എത്ര 1000 ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തൊഴിൽ കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട്? ഇതെന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? നാം ഏതൊക്കെ മേഖലകൾ മുമ്പ് ഇവിടെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞു, വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു. ഇവിടെ കുറേ ചെറുപ്പക്കാർ കുട്ടികളുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അടുത്ത പരിപാടി എന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക? എങ്ങനെയെങ്കിലും കേരളത്തിന് പുറത്തു പോകണം, നല്ല ചികിത്സ കേരളത്തിന് പുറത്തു പോകണം, നല്ല വിദ്യാഭ്യാസം കേരളത്തിന് പുറത്തു പോകണം, നല്ല തൊഴിൽ കേരളത്തിന് പുറത്തു പോകണം. എന്തുകൊണ്ടാണ് ഇത്രയേറെ അനുകൂല സാഹചര്യങ്ങൾ? 44 നദികളുള്ള ഒരു നാട്, വർഷത്തിൽ 6 മാസം സമൃദ്ധമായി മഴ കിട്ടുന്ന ഒരു നാട്, ഇത്രയേറെ പ്രകൃതി ഭംഗിയുള്ള ഒരു നാട്. നോക്കൂ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കുപ്പിവെള്ളമാണ് ഇരിക്കുന്നത് അല്ലേ? നമുക്ക് അല്പം വെള്ളം കുടിക്കണമെങ്കിൽ ബഹിരാഷ്ട്ര കുത്തകകൾ കുപ്പിയിൽ നിറച്ച് തരണം. ആരാണ് ഇതിന് ഉത്തരവാദി? ആരെങ്കിലും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? നാം രാഷ്ട്രീയമല്ല പറയുമ്പോൾ രാഷ്ട്രീയമായി പോകുന്നതാണ്, ക്ഷമിക്കണം. ആരാണ് ഈ കേരളത്തെ ഇങ്ങനെ ആക്കിയത്? ആരാണ്? ഭരിച്ചവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? വോട്ട് ചെയ്ത നമുക്ക് ഉത്തരവാദിത്വമില്ലേ? അപ്പൊ ഇത് നാം അഡ്രസ്സ് ചെയ്യാതെ മുൻപോട്ടേക്കുള്ള പോക്ക് ഒരിക്കലും സുഗമമാകില്ല. അപ്പൊ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മലയാളികളോട് ചോദിക്കുക, എന്താ തൊഴിലെന്താ? തൊഴിലെന്താ എന്ന് ചോദിച്ചാൽ രാജ്യത്തിന്റെ പേര് പറയുന്ന ലോകത്തിലെ ഏക വിഭാഗം മലയാളികളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ ജോലി? ഞാൻ കുവൈറ്റില. എന്താ ജോലി? ഞാൻ സൗദിയില. അല്ലേ? ആ തൊഴിലെന്താണ് എന്ന് പറയാനുള്ള അപകർഷ ബോധം. കാര്യം എന്താ? പുറത്തു പറയാൻ പറ്റുന്ന ഒരു പണിയല്ല അയാൾ എടുക്കുന്നത്. നേരെ മറിച്ച് അയാൾ കുവൈറ്റിൽ ഡോക്ടറാണെങ്കിൽ എന്ത് പറയും? ഞാൻ ഡോക്ടറാണ്, കുവൈറ്റ് ജോലി ചെയ്യുന്നു. അല്ലേ? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അല്ലെ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജറാണ്, അല്ലെ എനിക്കവിടെ ബിസിനസ്സാണ്. അങ്ങനെയല്ല പറയുക. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഞാൻ കുവൈറ്റിലാണ്, ഞാൻ സൗദിയിലാണ്, ഞാൻ ബഹ്റൈനിലാണ്. ഇങ്ങനെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ രാജ്യത്തിന്റെ പേര് പറയുന്ന അവസ്ഥയിലേക്ക് മലയാളിയെ മാറ്റിയത് ആരാ? എന്തുകൊണ്ടാണ് ഇത്രയേറെ? സ്വാഭാവികമാണ്. ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത് ഒരു സർക്കാരിനും അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രതിഭാസമൊന്നുമല്ല. സ്വാഭാവികമായി അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി അനുഭവിക്കുന്ന ചില മാനസികമായ ട്രോമകളുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുടെ മാനസികമായ ട്രോമയെ ആര് അഡ്രസ് ചെയ്യും? ഭാര്യയെ ഒറ്റയ്ക്കാക്കി പോകേണ്ടി വരുന്ന ഭർത്താവിൻ്റെ അവസ്ഥ, ഭർത്താവിനെയും മക്കളെയും നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഭാര്യയുടെ അവസ്ഥ, വൃദ്ധരായ അച്ഛനമ്മമാരെ ഒറ്റയ്ക്കാക്കി തൊഴിൽ തേടി പോകേണ്ട മക്കളുടെ അവസ്ഥ. അപ്പൊ മലയാളി നേരിടുന്ന പലതരങ്ങളായ ട്രോമകളുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായും നാട്ടിൽ ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. നാം അതിനെ ഏതൊക്കെ ഐഡിയോളജി വെച്ച് ഏതൊക്കെ പോളിഷ്ഡ് ആയിട്ടുള്ള പദങ്ങൾ കൊണ്ട് നിങ്ങൾ എത്ര പോളിഷ് ചെയ്താലും ഇതാണ് ബിറ്റർ ട്രൂത്ത്. ഇതൊരു നഗ്നമായ സത്യമാണ്. കേരളത്തെ ജീവിക്കാൻ കൊള്ളരുതാത്ത നാടാക്കി മാറ്റി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ നമ്മളുടെ ഇൻഡെക്സുകളെ പറ്റി പറയുമ്പോൾ നാം ഇൻഡെക്സുകളിൽ മാത്രം അഭിരമിക്കുകയാണ്. എൻ്റെ ആയുർദൈർഘ്യം കൂടുതലാണ്, എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടുതലാണ്, എൻ്റെക്ക് ശിശു മരണനിരക്ക് ഇവിടെ കുറവാണ്. ഇത്തരം കണക്കുകളിലും ഫിഗേഴ്സിനും അപ്പുറത്തേക്ക് എവിടെയാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി? എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, ആന്ധ്രാപ്രദേശിലോ ഛത്തീസ്ഗഡിലോ ഉള്ള കർഷകൻ അവന്റെ പാടത്തിറങ്ങിയില്ല എങ്കിൽ മലയാളി കഞ്ഞി കുടിക്കുമോ? തമിഴ്നാടുകാരൻ
പച്ചക്കറി കൃഷി ചെയ്തില്ലെങ്കിൽ സാമ്പാറും അവിയലും കൂട്ടി മലയാളി ഊണ് കഴിക്കുമോ? തമിഴ്നാടുകാരൻ കോഴിയെ വളർത്തിയില്ലെങ്കിൽ ചിക്കൻ ബിരിയാണി കഴിക്കുമോ മലയാളി? ഒരു ഓംലെറ്റ് കഴിക്കണമെങ്കിൽ കോഴിയെ ആര് വളർത്തണം? നിങ്ങൾക്ക് പാല് കുടിക്കണമെങ്കിൽ പശുവിനെ തമിഴ്നാടുകാരനും കർണാടകക്കാരനും വളർത്തണം. ആരാണ് ഇതിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചത്? അപ്പൊ നാം മേനി പറയും നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ശരിയാണ് അല്ലെ? കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ ജോലി. ലോകത്തിലെ ഏറ്റവും അനായാസമായ ജോലി ഏത് എന്ന് ചോദിച്ചാൽ കൺസ്യൂം ചെയ്യലാണ്. മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് വലിയ പ്രയത്നം വേണ്ട, വലിയ പ്ലാനിങ് വേണ്ട, വലിയ ആസൂത്രണം വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട വലിയ പ്രോസസ്സാണ്. നിങ്ങളെ ചില ഇൻഡെക്സുകളിൽ തളച്ചിടുകയാണ്. നിങ്ങളെ ചില മാനസികമായ ഞങ്ങൾ നമ്പർ 1 ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചില കോംപ്ലക്സുകൾ ഉണ്ടാക്കി തന്ന് സർക്കാരുകൾ നിങ്ങളെ ഇത്തരം ഫിഗറുകളിൽ തളച്ചിടുകയാണ്. യാഥാർത്ഥ്യം ഇതിനും അപ്പുറത്താണ്. മലയാളി ജീവിക്കാൻ നെട്ടോട്ടം ഓടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ മുമ്പ് പറഞ്ഞു, അതിർത്തി അടഞ്ഞു കിടന്നാൽ 2 ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട്ടിൽ ഒരു ലോറി ടാങ്കർ സമരം പണിമുടക്കിയാൽ മലയാളിയുടെ അടുപ്പ് 2 ദിവസത്തിനപ്പുറം പുകയില്ല. ഒന്നുമില്ല ഇവിടെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ലിറ്റററി എല്ലാം വരണം. കുടിവെള്ളം അയൽനാട്ടിൽ നിന്ന് വരണം, പാല് തമിഴ്നാട്ടിൽ നിന്ന് വരണം, ഇറച്ചി, മുട്ട, പച്ചക്കറി, പഴങ്ങൾ, തൊഴില്, ആരോഗ്യം, വിദ്യാഭ്യാസം എല്ലാം അന്യരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു പരാന്ന ഭോജികളായി മലയാളികളെ മാറ്റിയതിന്റെ പിന്നിൽ 65 വർഷത്തെ 2 മുന്നണികളുടെയും ഭരണത്തിന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞത്, കേരളം ഇതിലും അപ്പുറത്തേക്ക് ഡിസർവ് ചെയ്യുന്നില്ലേ നമ്മൾ മലയാളികൾ? കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഉള്ളൂ. ഇവിടെ എന്തു പറഞ്ഞാലും നാം ഉത്തർപ്രദേശുമായി താരതമ്യം ചെയ്യും. ഉത്തർപ്രദേശിന്റെ ജനസംഖ്യ എന്നുള്ളത് 24 കോടിയാണ്. കേരളത്തിന്റെ ജനസംഖ്യ വെറും 3.5 കോടിയാണ്. 8 മടങ്ങ് ജനസംഖ്യയുള്ള ഒരു ജനതയുമായി എങ്ങനെയാണ് 3.5 കോടി ജനതയെ കമ്പയർ ചെയ്യുന്നത്? നമുക്ക് ഉണ്ടായിരുന്ന എന്താ പറയുന്ന പ്ലെന്റി ഓഫ് റിസോഴ്സസ് ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് പ്ലെന്റി ആയിരുന്നു. വെള്ളം ധാരാളം, ഭൂമി ധാരാളം, വിഭവങ്ങൾ, നെല്ലായാലും പച്ചക്കറി ആയാലും പശുക്കളായാലും പാലായാലും എല്ലാം നമുക്ക് ആവശ്യത്തിനും അധികം ഉണ്ടായിരുന്നു. ഇതിനെ ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ, ഇതിനെ ഫ്യൂച്ചർ ജനറേഷന് കൃത്യമായ റിട്ടേൺ കിട്ടുന്ന തരത്തിൽ ആസൂത്രണം ചെയ്യാൻ നമ്മുടെ ഭരണവർഗം പരാജയപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തെ എന്ന് മലയാളി അംഗീകരിക്കുന്നു, അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്പർ 1 കേരളം എന്ന വലിയ വലിയ വാചാടോപങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങളുടെ പിൻപറ്റി സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ നാം വളരെ ഊതിപ്പെരിപ്പിച്ച ഒരു ബലൂണിനകത്ത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു കുമിളയ്ക്കകത്താണ് മലയാളി ജീവിക്കുന്നത് എന്ന് ഖേദത്തോടെ പറയേണ്ടി വരും. അപ്പൊ നമുക്ക് കേരള മോഡൽ എന്നുള്ളത് തീർച്ചയായും അഭിമാനം തരുന്നത് തന്നെയാണ്. ഞാൻ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പറഞ്ഞു. എന്തുകൊണ്ട് കേരള മോഡൽ ഉണ്ടായി, എങ്ങനെ കേരളം നമ്പർ 1 ആയി എന്നതിന് ഉദാഹരണങ്ങൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കേരള മോഡലിനെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന രീതിയിൽ, ഈ കേരള മോഡൽ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? ഈ കേരള മോഡൽ കൊണ്ട് സാധാരണ മനുഷ്യന് പ്രയോജനപ്പെടുന്നത് അവന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് ഇത്തരം യാഥാർത്ഥ്യബോധങ്ങളെ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ്. അതിനും അപ്പുറത്തേക്ക് കടന്നാൽ തീർച്ചയായും കേരള മോഡൽ എന്നുള്ളത് ലോകത്തിന് തന്നെ അസൂയ തോന്നിക്കുന്ന മോഡലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് മാറേണ്ടത് നമ്മുടെ രാഷ്ട്രീയമായ സംസ്കാരമാണ് എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഒരു പരാമർശം നടത്തി അങ്ങ് പോയി. പക്ഷേ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, വളരെ പ്രധാനപ്പെട്ട വിഷയം, കൂടുതൽ ചെറുപ്പക്കാരാണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ കേരളത്തിൽ നിൽക്കുന്നില്ല, നമ്മുടെ ചെറുപ്പക്കാർ നിൽക്കുന്നില്ല? പണ്ടും പോയിട്ടുണ്ട്, ഗൾഫിൽ പോയിട്ടുണ്ട്. ഗൾഫിൽ പോയതാരും ഈ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ പേര് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പറയാനൊരു ജോലിയല്ല. നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മുടെ മുൻതലമുറയിൽപ്പെട്ട ആളുകൾ പോയത്. അതുകൊണ്ടാണ് അടുപ്പിൽ തീ കൂട്ടിയത്, സത്യമാണ്. അതുകൊണ്ടാണ് കേരളം ഒറീസയോ ബീഹാറിനെ പോലെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ കാലത്ത് അതേ അവസ്ഥയിൽ പട്ടിണിയുടെ കാര്യത്തിലായിരുന്ന കേരളം മുന്നേറിയത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നീതിപൂർവമായിട്ട് നടപ്പാക്കാൻ പിന്നീട് ഒരു പക്ഷേ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞു കാണും. പക്ഷെ ഇപ്പോൾ നമ്മുടെ പഠിച്ച കുട്ടികൾ, പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ, ജോലി തേടി പോകുന്ന കുട്ടികൾ എന്തുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു? കേരളത്തിൽ മാത്രമുള്ള സംഗതിയായിട്ട് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഈ അവസ്ഥയുണ്ട്. പക്ഷേ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മനുഷ്യ വിഭവ സൂചികകളിലെല്ലാം ഇത്രയും നേട്ടം കൈവരിച്ച കുട്ടികളെ ഈ നാട്ടിൽ എൻഗേജ് ചെയ്യിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാൻ 3 പേരോടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇതിനൊരു പ്രതിവിധി മുന്നോട്ട് വയ്ക്കാനുള്ളത്? വളരെ വിശാലമായിട്ടല്ല,
ഒറ്റവാക്കിൽ പറയണമെന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു സങ്കീർണമായ വിഷയമാണ്. എങ്കിൽ പോലും വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കൃത്യതയോടെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന പോംവഴികൾ എന്താണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി?